ആദിലയുടെ ഈ അഹങ്കാരത്തിനേക്കാൾ ഉപരി ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ ഒരു ടാസ്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ അതെങ്ങനെ നിങ്ങൾ റിലീവ് ചെയ്യുമെന്നൊരു ചോദ്യം. എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുന്നതാണ്, ഈ ഒരു സ്ട്രെസ്സ് നമ്മളെങ്ങനെ റിലീവ് ചെയ്യും എന്ന് ചോദിക്കുന്നതിന്, അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങളെങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും കൂടെ അനുമോളെ കുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ കുറച്ച് ലെങ്തി ആയിട്ട് പറഞ്ഞത് അനീഷാണ്. സത്യം പറഞ്ഞാൽ അനീഷ് മൈക്ക് എടുത്താൽ പിന്നെ എവിടെയെങ്കിലും പോയിരുന്ന് ഉറങ്ങാൻ തോന്നും. അമ്മാതിരി ഇയാളുടെ ഒരു നീട്ടി വലിച്ചുള്ളൊരു വർത്തമാനമാണ്. രണ്ടാമത് ആദില വരുന്നുണ്ട്. ആദില കുത്തി 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 ഇവക്ക് എന്താണെന്ന് അറിയത്തില്ല. നല്ല സൈക്കോണി പെണ്ണ്. എന്തൊരു കുത്തലാണ്, ഒരു കാര്യം വേണ്ടായോ. നീ അതേപോലെ നൂറയും അത് തന്നെ കുത്ത്. നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നാണ് ചോദ്യം. അതിന് പറയാൻ പറഞ്ഞപ്പോഴത്തെ ആദിലയും നൂറയും കുത്തുന്നത് മുഴുക്ക പിന്നെ അനുമോള. അങ്ങനെ ഈച്ച് ആൻഡ് എവറി വൺ എങ്ങനെ അവളെ നോവിക്കാം, എങ്ങനെ അവളെ വേദനിപ്പിക്കാം എന്നുള്ളതാണ്. ഒരൊറ്റൊരാൾ പോലും മാറ്റി പറഞ്ഞിട്ടില്ല. ഷാനവാസ് ആയിരുന്നാലും എല്ലാവരും അങ്ങനെ തന്നെ. അവർക്ക് സത്യം പറഞ്ഞാൽ ടാസ്ക് അറിയില്ലെന്നൊന്നും. ഒന്നുകിൽ നിങ്ങൾ ടാസ്ക് വ്യക്തമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ല വെച്ചാൽ മിണ്ടാതിരിക്കുക. നീ ഇതിൻ്റെ കൂടെ ആ പെണ്ണും കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ. ഒരു റിക്വസ്റ്റാണ് ബിഗ് ബോസിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കാം, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടാകാം. പക്ഷെ ഞങ്ങൾക്കിത് വൾഗറായിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികതയൊക്കെ പ്രൊമോട്ട് ചെയ്താൽ എന്തെങ്കിലും പ്ലസ് പോയിന്റ് ഉണ്ടാവാം. അത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് മനുഷ്യർ അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവർക്കിത് അരോചകമായി തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു കുറച്ചൊക്കെ കോമൺ സെൻസ് ഉള്ള ഒരാളുമില്ലേ നിങ്ങളുടെ ക്രൂവിൽ? ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ. നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ പറഞ്ഞ വോയിസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിലാണ് ഇങ്ങനെയെങ്കിൽ അവർ തൂങ്ങിച്ചത്ത് കളയുന്നു, അവരുടെ അമ്മ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് നിങ്ങളുടെ ക്രൂവിൽ. ഇത്രത്തോളം വൾഗറായ, ഇത്രത്തോളം വൃത്തികെട്ട ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണു എന്നതോ പോട്ടെ, അവർ കാണിക്കുന്ന ആ സെക്ഷൽ ഇതും കൂടെ നമ്മൾ കാണണോ? ഈ കാമക്കളി ഞങ്ങളെ എന്തിനാണ് കാണിക്കുന്നത്? കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് കാണിക്കാമെന്നുള്ളതാണ്. ഒരു രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് അതിനകത്ത് ഉണ്ടെന്നിരിക്കെ, അവർ 2 കുട്ടികളാണ്, അവർക്ക് അക്സെപ്റ്റൻസ് വേണം, അവരുടെ മാനവഘടന അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ഈ കാമക്കളി അവരെ കൊണ്ടുവന്ന് അവിടെ കളിക്കുന്നത് എന്തിനാണ്? അത് മാത്രമല്ല, അവിടെ ഇൻഡിപെൻഡൻ്റായി കളിക്കുന്ന കണ്ടസ്റ്റൻസിനൊക്കെ തന്നെ ഒരു ഭീഷണിയായി 2 പേരെ അതിനകത്ത് നിർത്തിയിരിക്കുന്നു. അവിടെ ജോയിൻ പ്ലേ ആണ്. ഇന്നവരെ നൂറ ആദിലയോ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അതെന്ത് ഗെയിമാണത്? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിഡ്ഢികളാണെന്നാണോ അർത്ഥം? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കപ്പ് എടുത്ത് അവക്കം കൊടുക്കുക, അക്ബറിനും കൂടെ കൊടുക്കും, 3 പേരും കൂടെ ചേർന്ന് കപ്പ് ഉയർത്തി പിടിക്കട്ടെ. അതല്ലേ നല്ലത്. ലക്ഷ്മി ആയിരുന്നാലും അതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റന്റ്, ആദില നൂറയ്ക്കെതിരെ നിന്ന ഓരോരുത്തരെയും നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ, മസ്താനി ആയിരുന്നാലും ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ ഏറ്റവും പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന അക്ബറിൻ്റെ അമ്മയാണ് ഈ പെൺകുട്ടികൾക്കെതിരെ ആദ്യ സ്റ്റേറ്റ്മെന്റ് തന്നത്. എന്താ അത് മറന്നു വന്നേ? നൂറയാണ് മിസ്റ്റേക്കൺ എന്ന് ആദിലയ്ക്ക് മനസ്സിലാകുന്നു. നൂറ മിസ്റ്റേക്കൺ ആണെങ്കിൽ നൂറയ്ക്കല്ലേ പണിഷ്മെന്റ് കിട്ടേണ്ടത്? എന്താ നൂറെ ഫേവർ ചെയ്തുകൊണ്ട് അത് നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴും മനസ്സിലാകുന്നുണ്ട് തൻ്റെ പാർട്ട്ണർക്കാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ, അത് മനസ്സിലാക്കി അത് അനുമോളോട് സോറി പറയുന്നതിന് പകരം അത് എന്ത് ഫോമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു വൈക്ലഭ്യം ഉണ്ടല്ലോ, അത് പറയാതെ പാടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണിത്. ഇന്നലത്തെ എപ്പിസോഡിൽ പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞാൽ അനു വല്ലാത്തൊരു മെൻ്റലി വല്ലാത്തൊരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ബിഗ് ബോസ് വിളിച്ചൊന്ന് കംഫർട്ട് ആക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ബിഗ് ബോസ് കൊടുത്തതിൽ താങ്ക്സ് തന്നെ പറയാനുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിന് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. കുറേ അമ്മമാർ ഭയങ്കരമായിട്ട് നെഞ്ച് പൊട്ടി കരയണത് കാണാം, കഷ്ടം തോന്നാറുണ്ട്. എന്ത് ചെയ്യാനാണെന്നേ, അതൊരു ഷോ ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഷീ വിൽ ഓവർകം. അതായത് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, പോയാൽ ഒരു 10-12 ദിവസം, അത് കഴിയുമ്പോൾ ആ കൊച്ചു പുറത്തേക്ക് വരും. ദെൻ പിന്നെ ഈ പ്രോബ്ലം ഇല്ലല്ലോ. അത് തന്നെയാണ് അവളുടെ കംഫർട്ട്. അവൾ സ്ട്രെസ്സ് അത് കളയുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതേപോലെ അവൾക്ക് അക്ബറിന് ആ മണി ഓഫർ ചെയ്യാം ശത്രുതയുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ടാസ്ക് കളിക്കുന്നു, ടാസ്കിൽ ഒരു എമൗണ്ട് കിട്ടുന്നു, ആ എമൗണ്ട് 2 പേരിൽ ഒരാൾക്ക് കൊടുക്കണമെന്ന് ബിഗ് ബോസ് സജസ്റ്റ് ചെയ്യുമ്പോൾ അക്ബറിന് കൊടുക്കണോ നൂറയ്ക്ക് കൊടുക്കണോ എന്നുള്ള ചോദ്യത്തിൽ നൂറയ്ക്ക് കൊടുക്കേണ്ടത് അക്ബറിന് കൊടുത്താൽ മതിയെന്ന് ദേഷ്യമുണ്ടെങ്കിൽ പറയും, ആദിലയാണെങ്കിൽ പറയും, നൂറയാണെങ്കിലും പറയും. പക്ഷേ അനുമോൾ അവിടെയും നൂറയ്ക്ക് തന്നെ പോട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നൂറയ്ക്ക് കൊടുത്തേരെ എന്നാണ് പറഞ്ഞത്. അതായത് ആ കുട്ടി വളരെ ജെന്യൂനായിട്ട് നിൽക്കുന്നു, ഒരു രീതിയിലുള്ള കുറ്റോ കുറവോ പറയുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുക്ക് ചെയ്യാത്തതിന്, ഓൺ ടൈമിൽ ചെയ്യാത്തതിന്, നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു
മെൻറ്റാലിറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു വീട്ടിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തി മറ്റൊരിടത്ത് പോകുമ്പോൾ അവിടെ ക്ലീൻ അല്ലെങ്കിൽ അത് വൃത്തിയാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വൃത്തിയാക്കാൻ നിർബന്ധിക്കും, വൃത്തിഹീനമായിട്ട് കിടക്കണതിന് കംപ്ലയിൻറ്റ് ചെയ്യും, അങ്ങനെ ചെയ്താൽ പ്രശ്നം ഉണ്ടെന്ന് പറയും. ഇതൊക്കെ ഒരു നോർമൽ അവർ ജീവിച്ചു വന്ന സാഹചര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആദില നൂറ സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിന് ആ സാഹചര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആകെ 3 പെൺകുട്ടികൾ, ഈ 3 പേര് ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ പോലും ഒരാളെ കുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദിലയും നൂറയും ഒറ്റ കണ്ടസ്റ്റൻ്റാണ്. അവർ പരസ്പരം അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അനുമോളാണ്. അതേപോലെ അനീഷിനെ എന്തൊക്കെയാണ് പറയുന്നത്. ഈ ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ സ്ട്രെസ്സിൻ്റെ ടാസ്ക് കൊടുക്കുമ്പോഴും അക്ബർ അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായില്ല. അനീഷിനെ അവസാനം അയാൾ മിണ്ടാതിരിക്കുന്നുണ്ട്, അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കുന്നുണ്ട്. എല്ലാവരും അക്ബറിനെ പോലെ എന്നെ പോലെ ആകരുത്, അനീഷിനെ പോലെ ഇത് കണ്ട് പഠിച്ചിട്ട് വരണം. അതായത് അയാൾ ഷോ കണ്ട് പഠിച്ചിട്ട് വന്നതാണ്. അതെന്താ ക്രിമിനൽ കുറ്റമാണോ ഷോ കണ്ട് പഠിക്കുന്നത്? നമ്മൾ ഒരിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കത്തില്ലേ? അതൊരു തെറ്റാണോ? 5 കൊല്ലം 6 കൊല്ലം അയാൾ ആ പ്രിപ്പറേഷൻ എടുത്തെങ്കിൽ അയാൾ ആ ഷോയെ അത്രയും സ്നേഹിക്കുന്നു എന്നല്ലേ അർത്ഥം? അപ്പോൾ അയാളാണ് റിയൽ പ്ലെയർ. അതൊരു കുറ്റമാണോ? അത് ഒരു കുറ്റമായിട്ട് അങ്ങോട്ട് എടുത്ത് കാണിക്കണം. അതായത് അനുമോളെയും അനീഷിനെയും ചീത്ത പറയാൻ വേണ്ടി കൊടുത്ത ടാസ്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എല്ലാം പെർഫോം ചെയ്തു. ഒരെണ്ണത്തിന് അതിനകത്ത് പോയിന്റ് കൊടുക്കരുത്. അതേസമയം അത് കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞത് അനീഷാണ്. അനീഷിനാണ് മാർക്ക് മുഴുവൻ കൊടുക്കേണ്ടത്. അതേപോലെ അനുമോളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കും, അല്ലെങ്കിൽ ഈ പാവയൊക്കെ വെച്ചിരിക്കുന്നത് അനുമോളെ കോപ്പി അടിച്ചാണ് മറ്റൊരു പാവയെ കൊണ്ടുവരിക്കുന്നത്. പക്ഷേ പ്ലാച്ചിക്ക് കിട്ടിയൊരു അക്സെപ്റ്റൻസ് അവളുമാരെ പാവയ്ക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ പുറത്തു വരുമ്പോഴേ അറിയത്തുള്ളൂ. ഈ അനുമോളെ കൂടെ ഇരിക്കുന്ന പ്ലാച്ചി ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല. അനുമോൾ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നു അതിനെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ തോന്നും. കാരണം നമ്മൾ അവളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ റീസൺ. അത് മനസ്സിലാക്കുക എന്നാണ്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അതും കൂടെ ഞാനൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന്. അവിടെ ആ ഒരു വ്യക്തിയെ ഉള്ളോളം എനിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ആരാണ് അവിടെ അതേപോലെ ഒരു ലെവലിലുള്ളത്? ഷാനവാസ് പുറത്തേക്ക് പോയ സമയത്ത്, അതായത് ഹാർട്ടിന് പ്രശ്നമായി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ അയാളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ തിരിച്ചു വന്നിട്ട് അയാൾ കാണിക്കുന്ന തോന്നിവാസം കാണുമ്പോൾ എനിക്ക് കണ്ണുടച്ച് അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ ആരോ വർഗീയമായിട്ട് പറയുമല്ലോ, വിദേശത്ത് നിന്നുകൊണ്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറയുന്നു. വിദേശത്ത് നിന്നുകൊണ്ട് ഫണ്ട് ഇറക്കാമല്ലോ, അത് ചെയ്യാമല്ലോ. അതാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാനല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. എൻ്റെ വോയിസിൽ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞതും അവിടെ അവരുടെ കൂടെയുള്ള ഇതേ PR ഏജൻസിയിലുള്ള ഒരാളല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിന് എൻ്റെ അതിലേക്ക് കയറുന്നത് എന്തിനാ? എനിക്കത് മനസ്സിലായിട്ടില്ല. എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.